CMR MD ശശിധരൻ കർത്തിയെ ചോദ്യം ചെയ്ത് ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങി. വിനിത വിജി ചേർന്നു. വിനിത, CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ ഏകദേശം അരമണിക്കൂർ മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ഉദ്യോഗസ്ഥർ മടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. സുഹേൽ, ഏതാണ്ട് 45 മിനിറ്റോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ അതിപ്പോൾ പൂർത്തിയാക്കി. അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ ഒരു ടീമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കർത്തിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം ചില രേഖകൾ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 1:30 കൊച്ചിയിലെ മാസപ്പടി കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ഈ ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള കർത്തിയുടെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് ചോദ്യം ചെയ്യൽ ആയിരുന്നു. ചില വിശദാംശങ്ങളൊക്കെ തന്നെ കർത്തയിൽ നിന്ന് തേടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ ചില രേഖകൾ, സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള ചില രേഖകളൊക്കെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണ കർത്തയ്ക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ടീം ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും ഹാജരാകാൻ കർത്ത തയ്യാറായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നേരിട്ട് ഹാജരാകാൻ എത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണ സംഘം പിന്നീട് ഈ കൊച്ചിയിലെ വീട്ടിൽ, ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത്, ചോദ്യം ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട ചില 2 തവണ ഇഡി നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാൻ കഴിയാത്തതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇഡി ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. ഈ ചോദ്യാവലി അടക്കം തയ്യാറാക്കി തന്നാൽ മതിയെന്ന വിനിത തുടരുകയാണ്. വിനിത, ഈ സമീപകാലത്ത് ഇഡിയുടെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ചോദ്യം ചെയ്യൽ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തെങ്കിലും രേഖകൾ ഇവിടുന്ന് പിടിച്ചെടുത്തതായി നമുക്ക് വിവരങ്ങളുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിവരങ്ങൾ സുഹൈൽ, ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഒരു ടീം, ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവർ ചില രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 തവണ കർത്തയ്ക്ക് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. 2 തവണയും അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള കർത്തയുടെ വീട്ടിൽ നേരിട്ടെത്തി ചോദ്യം ചെയ്യൽ നടത്തിയത്, മൊഴി രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 45 മിനിറ്റോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവർ വന്ന വാഹനത്തിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ തേടണമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലോ മറ്റ് നടപടിക്രമങ്ങളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചില രേഖകൾ ഉൾപ്പെടെ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ രേഖകളൊക്കെ ഒരുപക്ഷെ വളരെ വിശദമായി തന്നെ പിന്നീട് അന്വേഷണ സംഘം പരിശോധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കർത്ത അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിട്ട് വീട്ടിലെത്തി ഈ ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ CMRന്റെ ചില ഉദ്യോഗസ്ഥരെയൊക്കെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള മൊഴികളുടെയും വിവരങ്ങളുടെയും രേഖകൾ പരിശോധിച്ചതിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ കർത്തയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, അത് ഇന്ററിം സെറ്റിൽമെന്റിന് കൊടുത്ത രേഖകൾ ഇഡിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ വിമുഖത കാണിച്ചിരുന്നു CMR. ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ ചില രേഖകൾ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈ രേഖകളാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ